ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ. സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഹൈലൈറ്റ് കളറും കെരാറ്റിനും കൂടെ ചേർന്നതാണ്. എൻ്റെ കസ്റ്റമേഴ്സ് കൊട്ടാരക്കരയിൽ നിന്നും വന്ന 3 സഹോദരങ്ങളാണ്. അവർ എൻ്റെ യൂട്യൂബ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. 3 പേർക്കും ഹെയർ ഡാമേജ് പോകണം, അതിൻ്റെ കൂട്ടത്തിൽ ഹെയർ കളറും ചെയ്യണം, ഹെയർ കളർ ചെയ്ത് സ്റ്റൈലായിട്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് ഹെയർ കളർ വിത്ത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറയുന്നതും കെരാറ്റിൻ തന്നെയാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വെല്ലയുടെ കളറും SK പ്രോട്ടീനുമാണ്. വെല്ല കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബ്രാൻഡ് കമ്പനിയാണ്. വളരെ നല്ല ഭംഗിയാണ് വെല്ലയുടെ കളേഴ്സ്. അതിൻ്റെ അകത്ത് റിച്ച് നാച്ചുറൽസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫാമിലിയിലെ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ മുടി വളരെ ഡ്രൈ ഡാമേജാണ്, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള മുടിയാണ്. ഒരാളുടേത് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ഉണ്ട്, മറ്റേയാളുടേത് നല്ല ഫ്രിസി ഹെയറാണ്. SK പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹെയറിൻ്റെ ഡാമേജ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും, ഫ്രിസിനെസ് മാറ്റും, അതുപോലെ തന്നെ ഡ്രൈനെസ് മാറ്റും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ഈ SK പ്രോട്ടീനിലൂടെ കിട്ടുന്നത്. പ്രോട്ടീൻ ആയാലും കെരാറ്റിൻ ആയാലും നമ്മൾ കൊടുക്കുന്ന കളറിൻ്റെ ഒരു 1-2 ടോൺ താഴത്തെ ലെവലേ നമ്മൾക്ക് കളർ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കളർ ചെയ്ത് കഴിഞ്ഞ് പ്രോട്ടീൻ അല്ലെങ്കിൽ കെരാറ്റിൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ കസ്റ്റമറോട് അത് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വേണം ചെയ്യാൻ. നമ്മൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ കെയർ ആയ ഷാംപൂ, കണ്ടീഷണർ ഹോം കെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ നേരത്തെ തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ കെരാറ്റിൻ, പ്രോട്ടീൻ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ അത്രയധികം സ്ട്രെയിറ്റ് ആകാറില്ല. ഇത് ഞാൻ അയണിങ്ങും ബ്ലോ ഡ്രൈ ഒക്കെ നന്നായി കൊടുത്തിരിക്കുന്നത് കൊണ്ടുള്ള സ്ട്രെയിറ്റ് ഫീലാണ് കിട്ടിയിരിക്കുന്നത്. കെരാറ്റിൻ അഥവാ പ്രോട്ടീൻ എന്ന് പറയുന്നത് മുടി സ്ട്രെയിറ്റ് ആകാനുള്ള ഒരു സ്റ്റൈലിംഗ് ട്രീറ്റ്മെൻ്റ് അല്ല, ഇതൊരു ഹെയറിൻ്റെ ഡാമേജ് മാറാനുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഹെയർ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളായ സ്മൂത്തനിങ്, റീബോണ്ടിങ്, അതുപോലെ തന്നെ വോളിയമൈസിങ്, പിന്നെ കളറിങ്, ഡൈയ്, ഹെന്ന ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ മുടി ആഫ്റ്റർ കെയറിൽ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾക്കുള്ള പരിഹാരമാണ് പ്രോട്ടീൻ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഇതുപോലെയുള്ള കെരാറ്റിൻ, പ്രോട്ടീൻ ചെയ്ത ഹെയറിൽ പെട്ടെന്ന് പിന്നെ ഒരു സ്റ്റൈലിംഗ് ട്രീറ്റ്മെൻറ്റ് അഥവാ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളായ സ്മൂത്തനിങ്, അതുപോലെയുള്ള റീബോണ്ടിങ്, വോളിയമൈസിങ് ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. എല്ലാ കസ്റ്റമേഴ്സും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമുക്ക് കെരാറ്റിൻ കഴിഞ്ഞിട്ട് സ്മൂത്തനിങ് ചെയ്യാൻ പറ്റുമോ? കാരണം ചില കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും മുടി സ്ട്രെയിറ്റ് ആയിട്ട് കാണാറില്ല. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ഫീലിന് വേണ്ടിയിട്ട് വീണ്ടും സ്മൂത്തനിങ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മുടി മോർ ഡാമേജ് ആയിട്ട് മാറും. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്മൂത്തനിങ് പോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് കെരാറ്റിൻ ചെയ്യുമ്പോൾ ഒരു ഗുണം, ആ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഡാമേജ് വരെയും ഈ കെരാറ്റിൻ കൊണ്ട് നമ്മൾക്ക് മാറിക്കിട്ടും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ അതിൻ്റെ എൻഡ് വശത്ത് ഞാൻ കൂടുതൽ അയണിങ് കൊടുത്ത് അത് സ്ട്രെയിറ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ ക്രീം ആപ്ലിക്കേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ക്രീം ചെയ്തു, ബ്ലോ ഡ്രൈ ചെയ്തു, ഇതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയണിങ് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈയുടെ ലുക്കിലോട്ട് ചെയ്യാൻ സാധിച്ചു. എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.